Dear students, welcome to English class. 8th standard, The Boy Who Drew Cats, Part 2. എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ കഥ പൂച്ചയെ വരയ്ക്കുന്ന കുട്ടി അല്ലെങ്കിൽ പൂച്ചയെ വരച്ച കുട്ടി. So the story tells about a farmer group village life. ഒരു കർഷക കുടുംബത്തിൻ്റെ ഗ്രാമ്യ ജീവിതം. And that farmer, a poor village man and his family. ഗ്രാമത്തിലെ ഒരു സാധു കർഷകനും അദ്ദേഹത്തിൻ്റെ കുടുംബവും. He and his wife having children, many children. കുട്ടികളുണ്ട് ധാരാളം. സോ അൺഎബിൾ ടു കെയർ ദം, അവരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ. ആൻഡ് ദ യങ്ങസ്റ്റ് വൺ, അതിൽ ഏറ്റവും ഇളയ കുട്ടി, എ വീക്ക് വൺ ഹാവിങ് വീക്ക് ബോഡി, ശക്തമായ ആരോഗ്യ അവസ്ഥയില്ല, ക്ഷീണിതമായ ശരീരം, ലീൻ ആൻഡ് ഷോർട്ട്, ചെറിയ മെലിഞ്ഞ ശരീരം. And the farmer decided to make him a priest. അങ്ങനെ ആരോഗ്യമില്ലാത്തത് കൊണ്ട് അവനൊരു പുരോഹിതനാക്കാൻ വേണ്ടി അച്ഛൻ തീരുമാനിക്കുന്നു. ആൻഡ് സെൻസ് ഹിം ടു ദ നിയറസ്റ്റ് ടെമ്പിൾ ടു പ്രാക്ടീസ് ഓർ ടു ഗെറ്റ് ട്രെയിൻഡ് ആസ് എ പ്രീസ്റ്റ്. ഒരു പ്രീസ്റ്റായിട്ട് ഏറെക്കാലം പരിശീലനം ലഭിച്ചെങ്കിലേ ഒരു പ്രീസ്റ്റ് എന്ന പദവി ലഭിക്കുള്ളൂ. ട്രെയിനി ആയിരിക്കണം. നോക്കാം. യെസ്. Second part. The old man spoke kindly to the lad, and they reached in a temple. There was an old man. That was the priest. Old priest. Good old priest. രണ്ട് വിശേഷണം കൊടുത്തിട്ടുണ്ട്. ആ വൃദ്ധനായ മനുഷ്യൻ സ്പീക്ക് എന്ന വാക്ക് സംസാരിക്കുക, അതിൻ്റെ ഭൂതകാലമാണ്. സ്പോക്ക്, സംസാരിച്ചു, അതിൻ്റെ ഭൂതകാലത്തിൻ്റെയും ഭൂതകാലമാണ്. സ്പോക്കൺ, അതിന് നാലാമത്തെ രൂപമാണ് സ്പീക്കിംഗ്. കണ്ട ക്രിയയുടെ 4 രൂപങ്ങൾ. സംസാരിക്കുന്നു, സംസാരിച്ചു, സംസാരിക്കുക, സംസാരിച്ചു, സംസാരിക്കപ്പെട്ടു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു. ഇങ്ങനെ 4 രൂപങ്ങൾ. അതാണ് ഇവിടെ കണ്ട സ്പോക്ക്, സ്പീക്കിന്റെ ഭൂതകാലം. The old man spoke kindly. Kind adjectiveാണ്, ദയുള്ള. അതിൻ്റെ ആഡ്വർബാണ് കൈൻഡ്ലി. ആഡ്വർബാണ് ദയോടുകൂടി, ദയോടെ. അതിൻ്റെ നാമപദം കണ്ടോളൂ. കൈൻഡ്നെസ് നൗണാണ്, ദയ. അതിൻ്റെ ഓപ്പോസിറ്റാണ് കൈൻഡ്, ഓപ്പോസിറ്റ് ക്രൂവൽ. കൈൻഡ്നെസ് ഓപ്പോസിറ്റ് ക്രൂവൽറ്റി, ക്രൂരത. എന്നാൽ ഇതുകൂടെ കണ്ടുവെക്കുക, കൈൻഡിന്റെ നെഗറ്റീവാണ് അൺകൈൻഡ്. എന്താ രണ്ടും നമ്മൾ വ്യത്യാസം? ദയയില്ലാത്ത. അപ്പൊ ഇങ്ങനെയും കൂടി വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. കൈൻഡ്നെസ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ക്രൂവൽറ്റിയാണ്. കൈൻഡ് എന്ന അഡ്ജക്റ്റീവിന് നെഗറ്റീവായിട്ട് എന്ത് കൊടുക്കാം? അൺകൈൻഡ്, ദയയില്ലാത്ത. യെസ്. The old man spoke kindly to the lad. Lad means boy. Lad, boy, കുട്ടി.
അദ്ദേഹം കുട്ടിയോട് വളരെ മൃദുലമായിട്ടാണ് സംസാരിച്ചത്. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. അവനോട് കുറച്ച് കഠിനതരമായ ഹാർഡ്, ദാറ്റ് മീൻസ് നോട്ട് സോഫ്റ്റ്. അപ്പൊ ഹാർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹാർഡിന്റെ ഓപ്പോസിറ്റ് സോഫ്റ്റ്, മൃദുലമല്ലാത്ത, അതാണ് ഹാർഡ്. അപ്പൊ കഠിനം എന്ന് വെച്ചാൽ മൃദുലമല്ലാത്ത കഠിനമായിരിക്കും, റഫായ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹം ആ പ്രീസ്റ്റ് പുരോഹിതൻ. So clever were the answers that the priest agreed to take the little fellow into the temple. And the little one, ആ ചെറിയ കുട്ടി, gave clever reply. സമർത്ഥമായ മറുപടികളാണ് ആ കുട്ടി കൊടുത്തത്. അതുകൊണ്ട് so clever, so means very, so means very, so clever means very clever. വളരെ സമർത്ഥമായ മറുപടികളാണ് കുട്ടി കൊടുത്തത് എന്നതുകൊണ്ട് that priest, old priest, good priest agreed to take this boy. ഈ കുട്ടിയെ എടുക്കാൻ തീരുമാനിച്ചു. agreed to take the little fellow. Fellow means person. Fellow means person. ഉദ്ദേശിക്കുന്ന ഇവിടെ ആരെ മാത്രമാണ്? ഹിയർ, ഇവിടെ ദി ബോയ്. ഈ ചെറിയ കുട്ടിയെ എടുക്കാൻ അയാൾ തീരുമാനിച്ചു, തന്റെ സപ്പോർട്ടിംഗ് പ്രീസ്റ്റ് ആയിട്ട്, അസിസ്റ്റന്റ് പ്രീസ്റ്റ് ആയിട്ട്. ഹി അഗ്രീഡ് ടു ടേക്ക്, അഗ്രി സമ്മതിക്കുക, അഗ്രി മീൻസ് സമ്മതിക്കുക. ഓപ്പോസിറ്റ് ഡിസഗ്രി, വിയോജിക്കുക. So he agreed to take the little fellow into the temple as an acolyte. Acolyte here means assistant priest. Acolyte means assistant priest. Saha പുരോഹിതനായിട്ട്. And to educate him. അവനെ വിദ്യ അഭ്യസിക്കാനും തീരുമാനിച്ചു. ഫോർ ദി പ്രീസ്റ്റ്ഹുഡ്, പൗരോഹിത്യം, പൗരോഹിത്യം, ആ പുരോഹിതനായിട്ട്. സോ ഫോർ ദ പോസ്റ്റ് ഓഫ് പ്രീസ്റ്റ്ഹുഡിലേക്ക്. ഈ ഹുഡ് എന്ന വാക്ക് ഒരു പ്രധാന വാക്കിന്റെ പിന്നാലെ സഫിക്സ് ആയി ചേർക്കും. ഒരു വാക്കിന്റെ മുന്നിൽ മറ്റൊരു പദ അംശം ചേർത്താൽ അതിന് പ്രിഫിക്സ് എന്നാണ് പറയുക. പ്രിഫിക്സ് കണ്ടോളൂ. കൈൻഡ് എന്ന വാക്കിന്റെ മുന്നിൽ അൺ കൂട്ടുന്നു. അൺ പ്ലസ് കൈൻഡ്, കണ്ടോ, അൺകൈൻഡ്. ഇതിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പിന്നാലെ നമുക്ക് നെസ് കൂട്ടാം. കണ്ടോളൂ, കൈൻഡ്നെസ്, കണ്ടോ, കൈൻഡ്നെസ്, കൈൻഡ് പ്ലസ് നെസ് ഒന്ന് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സാവില്ല. അപ്പൊ എന്തായി? കൈൻഡ്നെസ്. ഈ നെസ്സിനെ എന്ത് വിളിക്കാം? സഫിക്സ്. കണ്ടോ, ഈ അന്നിനെന്ത് വിളിക്കാം? പ്രിഫിക്സ്. ഇംഗ്ലീഷിലെ ഭാഷാ രീതിയിൽ പ്രധാനപ്പെട്ടതാണ് പ്രിഫിക്സും സഫിക്സും. ഒരു റൂട്ട് വേർഡ് കണ്ടോ, കൈൻഡ്. കൈൻഡ് എന്ന വാക്കിന്റെ മുന്നിൽ മാഷ് ഇവിടെ അൺ കൂട്ടിച്ചേർത്തു. അപ്പം വാക്കിന്റെ അർത്ഥം മാറി, അൺകൈൻഡായി. എന്തു കൂട്ടി? അൺ. അൺ എന്ന ആ പ്രയോഗത്തിന്റെ പേരെന്താണ്? പ്രീഫിക്സ്, മുന്നിൽ കൂട്ടുക. കൈൻഡ് എന്ന വാക്ക്, ദയുള്ള വാക്കിനോടുകൂടി മാഷ് ഇവിടെ നെസ് കൂട്ടി. നെസ്സിന്റെ പ്രയോഗത്തിന്റെ പേരെന്താണ്? സഫിക്സ്, പിന്നിൽ കൂട്ടുക. അപ്പം പദത്തിന്റെ മുന്നിലോ പദത്തിന്റെ പിന്നിലോ പദാംശങ്ങൾ കൂട്ടിയിട്ട് പദത്തെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് വൊക്കാബുലറി സിസ്റ്റം, അതായത് പദസമ്പത്ത് ആർജിക്കൽ. അതിൽ ഒരു പ്രധാന ഘടകത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ഹുഡ്. കണ്ടോളൂ, ഈ ഹുഡ് എന്ന വാക്കിന് ഒറ്റയ്ക്ക് നിൽക്കുന്നേരം പത്തി നോക്കി അർത്ഥമുള്ളത്, അതായത് പാമ്പിന്റെ ഹുഡ്, പത്തി.
പക്ഷെ ഇവിടെ അതല്ല വേണ്ടത്. എന്താണ് കണ്ടോ, മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാഷ് 2 വാക്ക് എഴുതി. ബ്രദർ സഹോദരനാണ്, ബ്രദർഹുഡ് സഹോദര്യമാണ്. കണ്ടോ, മദർ മാതാവാണ്, മദർഹുഡ് മാതൃത്വമാണ്. അപ്പോഴെന്താണ് അവിടെ അർത്ഥം കിട്ടും നോക്കും. ഒരാശയത്തിന് നെയ്ബർ അയൽപ്പക്കമാണ്, അയൽപ്പക്കക്കാരനാണ്. നെയ്ബർഹുഡ് അയൽപ്പക്കമാണ്, അയൽപ്പക്കം എന്നുള്ള അവസ്ഥയാണ്. മാതൃത്വം എന്നുള്ളത് അവസ്ഥയാണ്, സഹോദരൻ എന്നുള്ളത് അവസ്ഥയാണ്, അയൽപ്പക്കം എന്നുള്ളത് അവസ്ഥയാണ്. ആ അവസ്ഥാവിശേഷത്തെ കൊടുക്കാൻ വേണ്ടി പ്രീസ്റ്റ് എന്ന അവസ്ഥാവിശേഷമാക്കലാണ് പ്രീസ്റ്റ്ഹുഡ്, പൗരോഹിത്യം എന്ന് പറയുന്നത്. ആ സഫിക്സ് രൂപമാണ് ഹുഡ്. അല്പം പ്രയാസമാണ് മനസ്സിലാക്കാൻ, പക്ഷെ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇനി മനസ്സിലായി കഴിഞ്ഞു എന്താണ് ഈ ഹുഡ് എന്ന വാക്കിനെ കൊണ്ട്. അങ്ങനെ ഒരുപാട് സഫിക്സുകളുണ്ട് നമുക്ക്. ഗവേൺമെന്റ് കൂട്ടുന്നു ഗവൺമെന്റ്, നേരത്തെ കൂട്ടും ഹാപ്പിനെസ് കൂട്ടുന്നു ഹാപ്പിനെസ്, ആക്ട് എന്ന വാക്കിനോട് ഷൻ കൂട്ടുന്നു ആക്ഷൻ, സിറ്റുവേറ്റ് സിറ്റുവേഷൻ. ഇങ്ങനെ പിൻഭാഗത്ത് പദശബ്ദങ്ങൾ കൂട്ടിച്ചേർക്കും. ആ കൂട്ടിച്ചേർക്കപ്പെടുന്നതിൽ ഒന്നാണ് ഹുഡ്. ആ ചേർത്ത പദമാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രീസ്റ്റ്ഹുഡ് എന്ന് കണ്ട് കേട്ടു പോകുന്നു. പ്രീസ്റ്റ്ഹുഡ് മീൻസ് പൗരോഹിത്യം. അപ്പൊ പുരോഹിതനാവാൻ വേണ്ടി പ്രീസ്റ്റ്ഹുഡിലേക്ക് ആ മുതിർന്ന പ്രീസ്റ്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ദ ബോയ് ലേൺഡ് ക്വിക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം. മുഖ്യ പുരോഹിതൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഈ കുട്ടി വളരെ വേഗം പഠിച്ചു. ടീച്ച് എന്ന വാക്കിന്റെ ഭൂതകാലമാണ് ടോട്ട്, 3ാമത്തെ രൂപവും ടോട്ട്, അതിന് 4ാമത്തെ രൂപം ടീച്ചിങ്. അപ്പം ടീച്ചിന്റെ ഭൂതകാലം ടീച്ചഡ് അല്ല, എന്താണ് ടോട്ട്. അപ്പൊ റെഗുലർ ഇറഗുലർ വെർബ് നമ്മൾ പഠിച്ചതാണ്, പറഞ്ഞു തന്നതാണ്, അതിലേക്ക് ഇതാ വരുന്നു. കണ്ട, അതാണ് ഇതിന്റെ പ്രയോഗം. ടീച്ച് ടോട്ട്, ക്യാച്ച് കോട്ട്, ബ്രിങ് ബ്രോട്ട്. അങ്ങനെ വരുന്ന ടീ കൊണ്ട് ഭൂതകാലം ഉണ്ടാകുന്ന ഒരു വാക്കാണ് ടീച്ചിന്റെ ഭൂതകാലം. ടീച്ചഡ് അല്ല, ടീച്ചഡ് അല്ല, പിന്നെന്താണ് ടോട്ട്. ടീച്ചിന്റെ ഭൂതകാലം ടോട്ട്. ഹി ടോട്ട് മീ, അത് എന്നെ പഠിപ്പിച്ചു. ടീച്ചർ ടോട്ട്, പിന്നത്തെ ടോട്ട് എന്താണ് പഠിപ്പിക്കപ്പെട്ടു, പിന്നത്തെ എന്താ ടീച്ചിങ് പഠിപ്പിക്കുന്നു. ഓക്കെ. ആൻഡ് വാസ് വെരി ഒബീഡിയന്റ്. അവൻ എങ്ങനെയുള്ളവനാണ്? ഒബീഡിയന്റ് ആണ്. ഒബീഡിയന്റ്, ഹാവിങ് ഒബീഡിയൻസ്. കണ്ടോ, ഒബീഡിയന്റ് ആണ് ഹാവിങ് ഒബീഡിയൻസ്, മീൻസ് അനുസരണയുള്ള, അനുസരണയുള്ള, അതാണ് ഒബീഡിയന്റ്. ആ ഒബീഡിയന്റിന് OBEDIENTയുടെ നെഗറ്റീവ് എന്താണ്? ഡിസ് എന്ന പ്രിഫിക്സ് ചേർത്തിട്ട് ഡിസൊബീഡിയന്റ് ആക്കുന്നു. കണ്ടോ, ഇങ്ങനെ അറിയുന്നത് കൊണ്ട് നമുക്ക് പ്രിഫിക്സ് എന്താണ് സഫിക്സ് എന്താണെന്ന് മനസ്സിലാവും. ഡിസ് എന്നതിനെ നെഗറ്റീവ് ആക്കാനുള്ള ഒരു പദപ്രയോഗം മാത്രമാണ്, അർത്ഥമൊന്നും പറയില്ല. അപ്പൊ ഡിസൊബീഡിയന്റ്. അഡ്വാൻറ്റേജ് കണ്ടോ, ഡിസ്അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് നേട്ടമാണ്, ഡിസ്അഡ്വാൻറ്റേജ് കോട്ടമാണ്. നേട്ടത്തിനെ കോട്ടമാക്കുന്നത് ഡിസ്സാണ്. അതുമാതിരി ഒബീഡിയന്റ് അല്ലാതാക്കുന്നത് ഡിസൊബീഡിയന്റ് ആണ്, അനുസരണക്കേടാണ്, ഡിസ്സാണ്. അപ്പൊ ഡിസ് പ്രിഫിക്സ് ആണ്, ഹുഡ് സഫിക്സ് ആണ്. ഓക്കെ. ആൻഡ് വാസ് വെരി ഒബീഡിയന്റ് ഇൻ മോസ്റ്റ് തിങ്സ്. പല കാര്യങ്ങളിലും അവൻ വളരെ അനുസരണശീലമുള്ളവനാണ്. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. പക്ഷെ അവനൊരു ചെറിയ തകരാറുണ്ട്. ഫോൾട്ട്, റോങ് ഡൂയിങ്. അവനൊരു കാര്യം തെറ്റായിട്ടാണ് ചെയ്യുന്നത്. തെറ്റ് എന്താണ്? അവനൊരു തെറ്റ് ചെയ്യാറുണ്ട്. ആ തെറ്റെന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഹിസ് ഫോൾട്ട്? ആൻഡ് വൺ തിങ് ദാറ്റ് ഹി ഈസ് ഡൂയിങ് ഫോൾട്ട്, he liked to draw cats during study hours. അവൻ ചിത്രം വരയ്ക്കും. ചിത്രം വരച്ചതിന്റെ കുഴപ്പമില്ല. പക്ഷേ പ്രീസ്റ്റാകുന്ന കുട്ടി ചിത്രം വരയ്ക്കുന്നത് പൂച്ചയുടെ ചിത്രമാണ്. ഓൾവേസ് 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 ഇറ്റ് ഡൂസ് പിക്ചർ. എല്ലായ്പ്പോഴും അവന് പലതരത്തിലുള്ള പൂച്ചകളെ വരയ്ക്കാനാണ് ഇഷ്ടം. പ്രകൃതിയെപ്പറ്റി വരയ്ക്കാനോ, അല്ലെങ്കിൽ അവൻ പള്ളി, അവൻ്റെ ഈ ടെമ്പിളിലെ അമ്പലത്തിനെ പറ്റി വരയ്ക്കാനോ, അല്ലെങ്കിൽ പള്ളിയെ പറ്റി വരയ്ക്കാനോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഹി ആക്ച്വലി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രോയിങ് കാറ്റ്സ്.
അതാണ് അവൻ്റെ കയ്യിലുള്ള തകരാറ്. ഹി ലൈക്ക്ഡ് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ്. അതും പഠന സമയത്ത് വരച്ചാലും. ആൻഡ് ടു ഡ്രോ കാറ്റ്സ് ഈവൻ വേർ കാറ്റ്സ് ought not to have been drawn at. അതാണ് തകരാറ്. Cats ought not, OUGHT, ought not, പാടില്ല. What, must എന്നാണ്. പാടുണ്ട്, അതാണ് what. തീർച്ച. അപ്പൊ what not എന്നാണ് തീർച്ചയായിട്ടും പാടില്ല. എവിടെ പൂച്ചയെ വരയ്ക്കാൻ പാടില്ലായോ അമ്പലത്തിന്റെ ചുവരിലൊന്നും പൂച്ചേനെ വരച്ചു വെക്കാൻ പാടില്ല. അത് ഒരു സിസ്റ്റമാണ്. എന്നാൽ ഏത് ക്ഷേത്രമാണ് ആ ക്ഷേത്ര ദേവതയോ ദേവനെയൊക്കെ വരച്ചു വെക്കാം. പക്ഷെ ഇവൻ വരയ്ക്കുന്നത് പൂച്ചേനാണ്, മറ്റൊന്നുമില്ല, ജസ്റ്റ് പൂച്ച. കേവലം പൂച്ചേനെ മാത്രം. അതും പാടില്ലാത്തിടങ്ങളും വരച്ചു വെക്കും. Cats ought not to have been drawn at all. ഒട്ടും തന്നെ വരയ്ക്കാൻ പാടില്ലാത്തിടങ്ങളിൽ. Whenever he found himself alone, അവൻ എപ്പോഴൊക്കെ ഒറ്റയ്ക്കാവുന്നു, he drew cats, അവൻ പൂച്ചയെ വരയ്ക്കും. He drew them on the margins of the priest's book. പുരോഹിതന്റെ പുസ്തകത്തിന്റെ ദേവവചനങ്ങളുടെ പുസ്തകത്തിന്റെ വാക്കിൽ പോലും നിങ്ങളൊക്കെ ടെസ്റ്റിന്റെ അകത്ത് നോട്ടിന്റെ അകത്തൊക്കെ ചിത്രം വരയ്ക്കുന്ന മാതിരി മൂപ്പരവിടെ പൂച്ചനെ വരച്ചു വെക്കും. എവിടാ? ഇൻ ദി ഹോളി ബുക്ക്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പോലും പൂച്ചനെ വരച്ചാണ്. അതാണ് ഹോളി ബുക്ക്, വിശുദ്ധ ഗ്രന്ഥം. നോക്കൂ, ഹോളി ബുക്ക് ഖുറാൻ, ഹോളി ബുക്ക് ബൈബിൾ, ഹോളി ബുക്ക് ഗീത, ഭഗവത്ഗീത. ഇതിനൊക്കെ വേദഗ്രന്ഥങ്ങൾ, ദേവഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്നു. ഇതിന് നമുക്ക് ഡിവൈൻ ബുക്സ് എന്ന് വിളിക്കാം. ആ ഡിവൈൻ ബുക്സിന് കൊടുക്കുന്ന പേരാണ് ഹോളി ബുക്സ്. ഇതിനിടയിൽ വാക്ക് വന്നില്ല, പക്ഷെ നമുക്ക് പഠിക്കാൻ നിർബന്ധമുള്ള വാക്കാണ് ഹോളി, പാവനമായ, പരിശുദ്ധമായ. അതാണ് ത്രീ ഹോളി ബുക്സ്, വിശുദ്ധ ഗ്രന്ഥങ്ങൾ. ഭഗവത്ഗീത ഫോർ ഹിന്ദുസ്, ബൈബിൾ ഫോർ ക്രിസ്ത്യൻസ് ആൻഡ് ഖുറാൻ ഫോർ മുസ്ലിംസ്. കണ്ടോ? അതിൽ പോലും മൂപ്പര് പൂച്ചയെ വരച്ചു വെക്കും. ഓൺ ദി മാർജിൻസ് ഓഫ് ദി പ്രീസ്റ്റ് ബുക്സ് ആൻഡ് ഓൺ ഓൾ ദി സ്ക്രീൻസ്. കണ്ട സ്ക്രീനുകളിലൊക്കെ ഓഫ് ദ ടെമ്പിൾ, അവിടെ കാണുന്ന സ്ക്രീൻ, അവിടെ ചുവരോ എന്തെങ്കിലും ഒരു അവസ്ഥ കണ്ടാൽ അവിടെ വരച്ചോളും. ആൻഡ് ഓൺ ദ വാൾ, ചുവർ വരയ്ക്കുന്നത്. ആൻഡ് ഓൺ ദി പിലാർസ്, പിലാർ തൂണ്, പിലാർ എന്താണ്? തൂണ്. തൂണിന്റെ മുകളിൽ വരയ്ക്കും, ചുമരിന്റെ മുകളിൽ വരയ്ക്കും. തൂണ് പോൾ. അപ്പോഴ് സ്ക്രീനിന്റെ മുകളിൽ വരയ്ക്കും. ആൻഡ് ഈവൻ ഇൻ ദ ഹോളി ബുക്സ് ആൻഡ് ഓൺ ദി പിലാർസ് several times the priest told him this was not right. Several times, പലതവണ. Several, SEVERAL, several means many. പലതവണ priest പറഞ്ഞു don't draw, but he drew and drew. പക്ഷെ മൂപ്പരെ വരയ്ക്കല തന്നെ. ഓൺലി പൂച്ചാസ്, കണ്ടോ? പൂച്ചേനെ മാത്രം വരയ്ക്കും. ബട്ട് ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് കാറ്റ്സ്. പക്ഷെ അവൻ പൂച്ചയെ വര നിർത്തിയില്ല. ഹി ഡ്രൂ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. കാരണം അവൻ പറയുന്നത് എനിക്ക് വരയ്ക്കാതിരിക്കാൻ പറ്റില്ല, അവന് വരയ്ക്കാതിരിക്കാൻ പറ്റില്ല എന്ന്. സോ ഹി ഡ്രൂ, അതുകൊണ്ട് അവൻ വരച്ചു. ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് an artist. സത്യത്തിൽ അവനൊരു ജീനിയസ് ആണ്, പ്രതിഭ. ജീനിയസ് എന്താണ്? പ്രതിഭയാണ്. GENIUS മീൻസ് പ്രതിഭ. അവനൊരു ചിത്ര പ്രതിഭയാണ്, ആർട്ടിസ്റ്റാണ്. ബട്ട് ഹിസ് ആർട്ട് ടാലന്റ്, അവന്റെ കലാവിരുത്, that was only in drawing cats. പക്ഷെ പൂച്ചേനെ വരയ്ക്കുന്ന കാര്യത്തിലാണ് ഓഫ് ആർട്ടിസ്റ്റ്. ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ, ആ ഒരു കാരണം കൊണ്ടാണ് he was not quite fit to be an acolyte. അതുകൊണ്ട് അവൻ ഒരു അക്വലൈറ്റ് ആവാൻ പറ്റില്ല. അക്വലൈറ്റിന്റെ അർത്ഥം എന്താ മാഷ് പറഞ്ഞത്? അതായത് പുരോഹിതനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, പരിശീലനം ലഭിക്കുന്ന കുട്ടി, അസിസ്റ്റന്റ് പ്രീസ്റ്റ്, അക്വലൈറ്റ്. എ ഗുഡ് അക്വലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്.
ഫോർ ദാറ്റ് റീസൺ, ആ കാരണം കൊണ്ട്, ഏത് കാരണം കൊണ്ട്? ഫോർ ഹിസ് ഫോൾട്ട്. എന്താണ് എന്റെ ഫോൾട്ട്? ഹി ഡ്രൂ കാറ്റ്സ്. അതിനെന്താ കുഴപ്പം പൂച്ചനെ വരച്ചാൽ? ബട്ട് ഹീസ് എൻ എക്കോലൈറ്റ്. അവനൊരു പൗരോഹിത്യത്തിന് വേണ്ടിയിട്ട് പരിശീലനം നേടുന്ന കുട്ടിയാണ്. അസിസ്റ്റന്റ് പ്രിസ്റ്റാണ്, ട്രെയിനി പ്രിസ്റ്റാണ്. അവന് അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഇത്തരം മൃഗങ്ങളെ, മാംസം കഴിക്കുന്ന മാംസബുക്കുകളായ മൃഗങ്ങളുടെ ചിത്രങ്ങളൊന്നും അമ്പലത്തിന്റെ ചുവരിലോ അല്ലെങ്കിൽ ഇത്തരം ദേവഗ്രന്ഥങ്ങളുടെ മാർജിനിലോ ഒന്നും വരയ്ക്കാൻ പാടില്ല. അതിന് അവർക്കതിൻ്റെതായ നിയമാവലികളുണ്ട്. അതുകൊണ്ട് അവൻ ഡിസോബീഡിയന്റെ കാര്യത്തിൽ അനുസരണശീലം കേട് കാണിച്ചു. എന്താണ്? ഹി ഡ്രൂ കാറ്റ്സ്. ഹി ഡ്രൂ ഇൻ ഓൾ ദ വേർഡ്സ്, എല്ലാ ചുവരിലും, all the pillars, എല്ലാ തൂണിലും, ആൻഡ് ഈവൻ ഇൻ ദ ബുക്സ്, അവന്റെ പുസ്തകങ്ങൾ പോലും. എന്തിന്? പുരോഹിതന്റെ പുസ്തകത്തിൽ പോലും. ആൻഡ് ഓൾസോ ഹി വാസ് നോട്ട് ഫിറ്റ് ടു ബി ആൻ അക്കലൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരു അക്കലൈറ്റ് ആവാൻ, ഒരു പുരോഹിത പരിശീലകനാകാൻ യോഗ്യനല്ല. എ ഗുഡ് അക്കലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. ആ പുരോഹിത പട്ടം കിട്ടണമെങ്കിൽ he must learn all the norms, rules of priesthood. പൗരോഹിത്യത്തിന്റെ നിയമം പഠിക്കണം. അതവൻ പഠിക്കല്ല ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, അത് പഠിക്കേണ്ട സമയത്ത് പോലും he draws and draws and draws pictures. അവൻ ചിത്രം വരയ്ക്കാൻ. Let us wind it here and continue tomorrow.